അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എൻ്റെ 12ാമത്തെ പടം ഇത്. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തിൽ 12ാമത്തെ പടം അല്ലെങ്കിൽ 10ാമത്തെ പടം. താങ്ക് യു. എന്റെ ഉദ്ദേശം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ലേ? ഒരിക്കലുമില്ല. വായിക്കാറില്ലേ? അല്ല, നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ? ഇപ്പൊ നോക്കി എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? നിനക്ക് എന്റെ ഒരു ഫോർമുല എങ്ങനെയാണ് ഇവന് പറഞ്ഞു കൊടുക്കുക? നീ എന്റെ 2-3 ഒരു മിനിറ്റ് ഇതാണ് പ്രശ്നം. ഞാൻ എന്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ മരുഭൂമി അല്ലെന്ന് മനസ്സിലായിക്കോ. അപ്പോൾ ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാമോ? ഒരിക്കലും ഇല്ല. ഞാൻ തിരിച്ച് എല്ലാ സീസണും പിടിക്കണമല്ലോ നമ്മള്. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും, അല്ലേ? കാരണം ഇപ്പൊ മഴക്കാലം, അതെ ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറി കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറി കയറ്റുന്ന ആളുകൾ, റിവ്യൂവേഴ്സ്, അശ്വന്ത് ഗോകായാലും ഒക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. സുഹൃത്തുക്കളോ അറിയാവുന്ന ആൾക്കാരുമാണ്. എനിക്ക് ഇന്ന് ഇതൊന്നും ബാധിക്കുന്നില്ല. നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, അത് വളരെ സന്തോഷം. അതെ. അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം അല്ലേ? ബ്രില്യന്റ്. അല്ല, ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നീ ആത്മാർത്ഥമായിട്ട് ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എൻ്റെ 12ാമത്തെ പടം ഇത്. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തിൽ 12ാമത്തെ പടം അല്ലെങ്കിൽ 10ാമത്തെ പടം. താങ്ക് യു. 10-11 പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജ്വലൻ, പിന്നെ ഏതായിരുന്നു? വള. സോറിയില്ലേ, പിന്നെ വള. 3 പടം. 10-ല് 100. ഇപ്പൊ 100-ല് കൂട്ടിക്കോ മാർക്ക്. 100-ല് 30. ജസ്റ്റ് പാസ്. അയ്യോ ആണോ? സോറി. അല്ലടാ, 28-ല്ലേ പാസ്? 80-ലാണോ? സോറിടാ, തോറ്റിരിക്കുക. അപ്പൊ ഏതാ പാസല്ലേ? അപ്പൊ ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പൊ എനിക്കിതിലൊക്കെ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവർ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഒരു വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ എന്നെ വെറുക്കും. അശ്വന്ത് പറഞ്ഞായിരുന്നേ, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്, അതുകൊണ്ടാണ്. എന്റെ ഉദ്ദേശം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ലേ? ഒരിക്കലുമില്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോസിന് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ, സിനിമ അതൊന്നും പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമയോട് നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവനെ പണിയൊന്നും അറിയില്ല എന്ന്. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയണം. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി അമ്പിനും വില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും.
അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ട് വീണു പോകും. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ലേ? അല്ല, നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ? നല്ലതല്ലേ? ഇപ്പൊ നോക്കി എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? നിനക്ക് നിന്റെ ഒരു ഫോർമുല എങ്ങനെയാണ് ഇവന് പറഞ്ഞു കൊടുക്കുക? നീ എന്റെ 2-3 ഒരു മിനിറ്റ് അല്ല, ഇതാണ് പ്രശ്നം. ഞാൻ എൻ്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പോളിസി എന്താന്നുള്ളത്. നമ്മുടെ ഒരു പോളിസി ഉണ്ടാവില്ലല്ലോ ഒരു മനുഷ്യന്. നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായ ഇതുകൊണ്ടാണല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ വള, പിന്നെ ഒരു സിനിമ ഹിറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്റെ ലക്ഷ്യമേ അതായിരുന്നു. അപ്പൊ പുതിയ പേരൊക്കെ അറിയാലോ. ഓക്കെ, താങ്ക് യു. നല്ല സിനിമകൾ ചെയ്യാം. ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. അതെ.